കർമ്മല സമൂഹത്തിൻ്റെ ദൈവമുഖത്തിനും ദൈവജനത്തിൻ്റെ വിശദീകരണത്തിനുമായി കൊച്ചറേസ്യ സ്വയം തന്നെ ഒരു ഹോമബലിയായി സമർപ്പിച്ചു. യഥാർത്ഥത്തിൽ അതായിരുന്നു അവരുടെ സത്യത്തിലുള്ള ദൈവാരാധന. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിൽ പ്രീതിജനകവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. റോമ 12:1. ഈശോയുടെ കുരിശിൻ്റെ തണലിൽ വിടർന്ന് ലിസ്യുവിലെ ചെറുപുഷ്പത്തെ ദൈവം കരുണാപൂർവ്വം കടാക്ഷിക്കുകയും തിരുസഭയിൽ അവളെ അവർണ്ണനീയമായ രീതിയിൽ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ദൈവവിളിയെ സംബന്ധിച്ച് ദൈവവചനം അങ്ങനെ അവളിൽ നിറവേറ്റി. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപമാക്കുവാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരിമാരിൽ ആദിജാതനാകുവാൻ വേണ്ടിയാണ്. വചനത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട കൊച്ചറേസ്യയുടെ ഹൃദയത്തിലും മനസ്സിലും യേശുവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നു. വിശുദ്ധി ദൈവത്തിൻ്റെ ദാനമാണെന്ന് അവൾ മനസ്സിലാക്കി. അത് പ്രാപിക്കണമെങ്കിൽ സുവിശേഷത്തിൽ യേശു പറയുന്ന ശിശുതുല്യമായ ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കണമെന്നും ദൈവത്തിൻ്റെ പരിപാലനയിലും കരുണാർദ്രമായ സ്നേഹത്തിലും സ്വയം അർപ്പിക്കണമെന്നും അവൾക്ക് ബോധ്യമായി. ഒരു വലിയ വിശുദ്ധിയായി തീരുവാൻ അവൾ ആഗ്രഹിച്ചു. ധീരമായ പ്രവർത്തനങ്ങളോ സാഹസം നിറഞ്ഞ പ്രവൃത്തികളോ വിശുദ്ധി പ്രാപിക്കുന്നതിനും ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കുന്നതിനോ ആവശ്യമില്ലെന്ന് കൊച്ചറേസ്യ വിശ്വസിച്ചു. കർമ്മലമഠത്തിലെ ഏകാന്തതയുടെ പരമാനന്ദം അതീവ തീഷ്ണതയോടെ കുരിശിൻ്റെ തണലിൽ വിശ്രമിച്ചുകൊണ്ട് അവൾ അനുഭവിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.